അടുത്ത നമുക്ക് വരുന്ന ടോപ്പിക്കാണ് ഏരിയ ബിറ്റ്വീൻ ഇൻ്റർവൈനിങ് കർവ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ഏരിയ തന്നെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. രണ്ട് കർവുകളുടെ അതിൻ്റെ ഒരു റീജിയൻ തന്നിരുന്നു അല്ലേ, ഒരു പെർട്ടിക്കുലർ റീജിയൻ തന്നിരുന്നു. ഇപ്പോൾ ഒരു ലൈനും ഒരു സർക്കിളും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര ബൗണ്ടറി, അതായത് ഇതിൻ്റെ ബൗണ്ടഡ് എബവ് ആയിരിക്കണം, എക്സ് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ ബൗണ്ടഡ് ബിലോ ആയിരിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ റീജിയനെല്ലാം കൂടെ വരുന്ന ഏരിയ ആയിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ വരുന്നത് രണ്ട് കർവുകൾ തമ്മിൽ ഇൻ്റർവൈൻ ചെയ്യുമ്പോൾ, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻസിൽ വരുന്ന ഏരിയ, അതായത് അത് കൂട്ടിമുട്ടുമ്പോൾ വരുന്ന രണ്ട് കർവുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ വരുന്ന ഏരിയ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരുപാട് റീജിയൻ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ ഗ്രാഫ് ഒന്ന് നോക്കാം ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കർവ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് കർവ്, ഇതാണ് നമ്മളുടെ y = g of x എന്ന് പറഞ്ഞ ഗ്രാഫ്. y = f of x എന്നുള്ള ഗ്രാഫാണ് ഈ ഫസ്റ്റ് വരച്ചിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ വരച്ചിട്ടുള്ളത് ഇതിന് താഴെ വരുന്നതാണ് y = g of x എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ x = a to b എന്നുള്ള ഇൻ്റർവെല്ലിനകത്താണ് നമ്മൾ റീജിയൻ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, ഇവിടെ നോക്ക് 1 2 3 ഈ 3 റീജിയനിൽ ഇവിടെ ഈ സി, ഞാനിവിടെ അടയാളപ്പെടുത്തിയ ഈ സി, അതുപോലെ തന്നെ ഡി, അതുപോലെ തന്നെ ലാസ്റ്റ് വരുന്ന ബി, ഈ പോർഷൻസിലൊക്കെ ഇവിടെ എന്താണ്, ഈ രണ്ട് കർവുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ f of x ഉം g of x തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റീജിയനാണ്. ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഏരിയ, അതായത് ഇത് ഫസ്റ്റ് റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. ഇപ്പോൾ ഞാൻ ഇവിടെ 3 എടുത്തിട്ടുള്ളൂ. ഇതങ്ങനെ ഇപ്പോൾ നമുക്കിതിങ്ങനെ വരച്ച് പോകുകയെന്നുണ്ടെങ്കിൽ S4 S5 Sn അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ നമ്മളൊരു റീജിയൻ, അതായത് ഒരു റീജിയൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, എസ് എന്നുള്ളതിന് നമുക്ക് എത്ര സബ് ഡിവിഷൻസ് ആക്കാം, S1 S2 S3 Sn എന്നുള്ള സബ് ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 3 എടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഏരിയ അല്ലേ, അതായത് ഈ ഒരു റീജിയൻ്റെ ഏരിയ ഫസ്റ്റ് പോർഷൻ, അതുപോലെ തന്നെ ഇത് S2 എന്നുള്ള ഈ ഒരു ഏരിയ, പിന്നെ S3 എന്നുള്ള ഈ ഒരു ഏരിയ, ഇത്രയും പോർഷൻസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, എക്സിൻ്റെ ചില പെർട്ടിക്കുലർ വാല്യൂസിന്, അതായത് ഇപ്പോൾ നമ്മളുടെ ഗ്രാഫ് ഇതാണ്, നമ്മളുടെ y = f of x അല്ലേ. ഇവിടെ നോക്ക്, f of xൻ്റെ വാല്യൂ ഇവിടെ എന്താണ്, വലിയ വാല്യൂ ആണ് അല്ലേ, ഇൻക്രീസിങ് വാല്യൂ ആണ്. അതായത് ഇവിടെ ഫംഗ്ഷൻ, ഈ ഗ്രാഫ് ഇവിടെ തുടങ്ങുമ്പോൾ f of x എന്താണ്, g of xൻ്റെ മുകളിലാണ് അല്ലേ. അതായത് ഇവിടെ എന്താണ്, f of x > g of x അല്ലേ. f of x എന്താണ്, g of xൻ്റെ മുകളിലാണ്, താഴത്തേതാണ് g of x വരുന്നത്, മുകളിലുള്ള പോർഷനാണ് f of x. അപ്പോൾ f of x always > g of x ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന റീജിയനിൽ എങ്ങനെയായിരുന്നു ഏരിയ നേരത്തെ പറഞ്ഞിരുന്നത്, f of x > g of x ആണെന്നുണ്ടെങ്കിൽ ഏരിയ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇൻ്റഗ്രൽ a to c അല്ലേ. ഇവിടെ a to c ആണ് വരുന്നത്, a to b നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇൻ്റഗ്രൽ a to c f of x - g of x dx അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റീജിയൻ്റെ ഏരിയ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ സെക്കൻഡ് പോർഷൻ, ഇവിടെ നോക്ക്, ചില അടുത്ത വാല്യൂസിന് ഇവിടെ എന്താണ്, f of x എന്താണ്, ഈ വരുന്ന f of x താഴെയാണ് അല്ലേ, താഴെയാണ് f of x, g of x മുകളിലായി. അപ്പോൾ ഇവിടെ എങ്ങനെയായി മാറി, f of x < g of x, ഈ കണ്ടീഷനാണ് അല്ലേ. അതായത് f of x താഴെയാണ്, g of x ആണ് മുകളിൽ വരുന്നത്. അപ്പോൾ അടുത്ത ഏരിയ ഇൻ്റഗ്രൽ c to d അല്ലേ, c to d എന്ന് വരുന്ന ഏരിയയിൽ f of x g of x നേക്കാളും ചെറുതാണ് അല്ലേ, അതായത് g of x ആണ് ഇവിടെ വലുത്. അപ്പോൾ അവിടെ ഏരിയ എങ്ങനെ വരും, തിരിച്ചു വരും അല്ലേ. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ c to d g of x - f of x dx വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏരിയ, ടോട്ടൽ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, എസ് എന്നുള്ള ഈ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ വേണ്ടി ഇതിന് S1 S2 Sn അല്ലേ, അങ്ങനെ സബ് ഡിവിഷൻസ് ആക്കും. ഇവിടെ നമ്മൾ 3 എടുത്തുള്ളൂ. അപ്പോൾ നോക്കുക, ഇനി ചില പെർട്ടിക്കുലർ വാല്യൂസിന്, എക്സിൻ്റെ ചില പെർട്ടിക്കുലർ വാല്യൂ, ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സബ് ഡിവിഷൻസ് ആക്കി എടുക്കുമ്പോൾ ഇത് എക്സ്, അതായത് x0 x1 അങ്ങനെ പോയിന്റുകളാക്കി എടുക്കുമ്പോൾ എക്സിൻ്റെ ചില വാല്യൂസിന് എന്താണ്, f of xൻ്റെ വാല്യൂ ഗ്രേറ്റർ ആയിരിക്കും g of xനേക്കാൾ. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ a to c അല്ലേ, a to c ഈ ഒരു റീജിയനിൽ f of x എന്താണ്, ഓൾവേസ് > g of x ആണ് അല്ലേ. f of x എന്താണ്, f of x ആണ് വലുത് വരുന്നത്, f of x ആണ് മുകളിൽ വരുന്നത്, g of x ആണ് താഴെ വരുന്നത്. അപ്പോൾ f of x > g of x ആണ്. അപ്പോൾ ആ റീജിയനിൽ നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഏരിയ അതായത് S1ൻ്റെ ഏരിയ അല്ലേ. S1ൻ്റെ ഏരിയ എങ്ങനെ വരും, ഇൻ്റഗ്രൽ a to c
എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇത് നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പ്രോബ്ലത്തിലൊക്കെ നേരത്തെ ചെയ്ത റീജിയനിലൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ അതുപോലെ എസ് ടു എന്നുള്ള റീജിയൻ്റെതാകുമ്പോൾ ഇവിടെ എന്ത് വരും? ഇൻറ്റഗ്രൽ സി ടു ഡി. ഇവിടെ ഏതാണ് വലുത് വരുന്നത്? മുകളിൽ ഈ ജി ഓഫ് എക്സ് ആണ് അല്ലേ? ജി ഓഫ് എക്സ് മുകളിൽ, എഫ് ഓഫ് എക്സ് ഇവിടെ എന്ത് വന്നു? താഴെ വന്നു അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻ എസ് ടു എഫ് ഓഫ് എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് എസ് ടു എന്താ വരിക? ഏരിയ ഓഫ് എസ് ടു ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സി ടു ഡി ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇനി അടുത്ത റീജിയൻ എസ് ത്രീൻ്റെ പറഞ്ഞാൽ ഡി ടു ബി അല്ലേ? ഇത് ബി ആണ് ഈ പോർഷൻ എന്നത്. ഡി ടു ബിയിൽ എങ്ങനെയാണ് ഏരിയ വരിക? ഇവിടെ ഏതാ വലുത് നോക്ക്. ഇവിടെ ഇതേപോലെ സെയിം റീജിയനാണ് അല്ലേ? എഫ് ഓഫ് എക്സ് ആണ്. ഇതിങ്ങനെ താഴത്തുനിന്ന് പോയിട്ട് എഫ് ഓഫ് എക്സ് മുകളിലെത്തി. അപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ എന്ത് വരുന്നത്? ഗ്രേറ്റർ വരുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എസ് ത്രീയിൽ ഇൻ എസ് ത്രീ എന്ത് എഴുതാം? ഇൻ എസ് ത്രീയിൽ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ ഓഫ് എസ് ത്രീ ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി ടു ബി അല്ലേ? ഡി ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ എങ്ങനെ കാണാം? എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ടോട്ടൽ ഏരിയ എസ് ഇസ് ഈക്വൽ ടു എസ് വൺ പ്ലസ് എസ് ടു പ്ലസ് എസ് ത്രീ വരെ അല്ലേ? അതായത് ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ എ ഡി സി ടു ഡി ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഡി ടു ബി ജി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ A equal to S1 plus S2 plus S3. That is equal to integral A to C f of x minus g of x dx plus integral C to D g of x minus f of x dx plus integral D to A f of x minus g of x dx അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഇതാണ് റീജിയനാണ് വരിക. ഞാനൊന്നും കൂടെ പറയാം. അപ്പം നമുക്ക് രണ്ട് ഇൻ്റർവൈൻ കർവ്സുകളുടെ ഇടയിലുള്ള റീജിയനാണ് കാണുന്നത് അല്ലേ? ഏരിയയാണ് കാൽക്കുലേറ്റ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് കർവാണ്. അപ്പോൾ ആ രണ്ട് കർവിൻ്റെയും കൂട്ടിമുട്ടുന്ന, അതായത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ ഇടയിൽ വരുന്ന റീജിയൻ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പെർട്ടിക്കുലർ റീജിയൻ എവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് കിട്ടണം അല്ലേ? എ ടു ബി എന്നുള്ള പോർഷൻ കിട്ടണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തായാലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റുകളുണ്ടാവും. അപ്പോൾ അതും കൂടെ നമ്മൾ എൻ പോയിൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ നമുക്കിവിടെ 3 കേസായിട്ട് നമ്മൾ ചെയ്തത് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ 3 റീജിയനാണ് S1, S2, S3 എന്ന് പറയുന്നത്. ചിലപ്പോൾ 2 റീജിയനിലുള്ളതായിരിക്കും കിട്ടുക. അപ്പം നമുക്കിവിടെ S1, S2, S എന്നുള്ള സബ് ഡിവിഷൻസ് ആക്കി ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് ഇൻറ്റഗ്രൽ എ ടു സിയിൽ എന്താണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ എഫ് ഓഫ് എക്സ് എഴുതാൻ ഒരു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാഫ് വലിച്ചിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് ആദ്യം കണ്ടെത്തണം. അതിനുശേഷം അപ്പോൾ അവിടെ എ ടു സി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈ ഏരിയ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണെന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ? ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി S2ൻ്റെ കേസ് ആകുമ്പോൾ സി ടു ഡി അവിടെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ കണ്ടീഷൻ വരും. S3ൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് S1 പ്ലസ് S2 പ്ലസ് S3 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ഡി ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ഡി ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ജി ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇത്രയാണ് ഏരിയൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ മോഡുലസ് ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കിവിടെ മോഡുലസ് ഫംഗ്ഷനിൽ എഴുതാമല്ലേ? കാരണം ഇവിടെ എന്താണ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ്, ഇതെന്താണ് ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ നമ്മൾ മോഡുലസ് ഫംഗ്ഷനിൽ ഇതിനെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. ഈ ഡെഫിനിഷനിൽ നിന്ന് നമ്മളിതിനെ മോഡുലസ് ഫംഗ്ഷനിൽ എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് അല്ലേ? മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം?
ഏരിയയിലേക്ക് വരുന്നതിന് മുന്നേ മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആയിരിക്കും എപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ജി ഓഫ് എക്സ് ആകുമ്പോൾ അല്ലേ. ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് മോഡുലസിന്. ഇതെന്തായിരിക്കും? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആയിരിക്കും എപ്പോൾ ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ജി ഓഫ് എക്സ് ആകുമ്പോൾ അല്ലേ. അതുപോലെ തന്നെ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും എപ്പോൾ ഇഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ജി ഓഫ് എക്സ് ആണെങ്കിൽ. ഇങ്ങനെയല്ലേ നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ എഴുതാറ് സാധാരണ അല്ലേ. ഇങ്ങനെയാണ് എഴുതാറുള്ളത് അല്ലേ. എഫ് ഓഫ് എക്സ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സിന് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇഫ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു ജി ഓഫ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനാണെങ്കിൽ വലുതാണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ലാസ്റ്റ് ഏരിയ എങ്ങനെ എഴുതാം? ഏരിയ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി. ടോട്ടൽ നമ്മളിപ്പോൾ ആദ്യം എ ടു സി എടുത്തു, പിന്നെ സി ടു ഡി എടുത്തു, പിന്നെ ഡി ടു ബി എടുത്തു. നമുക്ക് ടോട്ടൽ ഏരിയ ഇൻറ്റഗ്രൽ എ ടു ബി തന്നെ കൊടുക്കാം അല്ലേ. എ ടു ബിയിൽ എങ്ങനെ എഴുതാം? മോഡുലസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്, അതായത് രണ്ട് ഇൻറ്റർവൈൻസ് കർവുകളുടെ ഇടയിൽ വരുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് ഫംഗ്ഷൻസിൽ എഴുതാം അല്ലേ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ, അതായത് ഇത്രയും പോർഷനിൽ എന്താണ്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ മൈനസ് ജി ഓഫ് എക്സ് ആണ്. മറ്റേ റീജിയനിൽ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് ഇൻറ്റർവൈൻസ് കർവുകളുടെ ഇടയിൽ വരുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത്, ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ്. അപ്പം നമുക്ക് നേരത്തെ പ്രോബ്ലം ഈ പ്രോബ്ലമൊക്കെ ഒരുപോലെ തന്നെ തോന്നും. അപ്പം നമ്മൾ വരച്ച് നോക്കുക. വരച്ച് നോക്കിയതിന് ശേഷം ഇൻറ്റർവൈൻ കർവ്സിൻ്റെ ഫോമിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് വരുന്നത് ഫൈൻഡ് ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to x square and the line y is equal to x between x equal to 0 and x equal to 2. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതാണ്. ഫൈൻഡ് ദ ഏരിയ bounded by the curve y is equal to x square and the line y is equal to x between x equal to 0 and x equal to 2 അല്ലേ. അപ്പം നമുക്കിവിടെ രണ്ട് റീജിയൻ ഉണ്ട്, രണ്ട് കർവ് ഉണ്ട് അല്ലേ. ഒന്ന് y is equal to x square എന്നുള്ള പരാബോളയും അടുത്തത് എന്താണ് y is equal to x എന്നുള്ള ലൈനുമാണ് അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് y is equal to x square, അപ്പോൾ നമ്മൾ ഒരുപാട് വരച്ചതാണ് y is equal to x square എങ്ങനെയാണ് റീജിയൻ വരിക എന്നുള്ളത് അല്ലേ. x square equal to y എന്നുള്ള റീജിയൻ മുകളിലേക്കായിരിക്കും അല്ലേ. x square equal to y നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് y is equal to x square ഈ പരാബോള. അപ്പോൾ നമ്മളിവിടെ x equal to 0 കൊടുത്താൽ y is equal to എന്താ വരിക? വൈൻ്റെ വാല്യൂ 0 വരും. x equal to 1 ആണെന്നുണ്ടെങ്കിൽ വൈൻ്റെ വാല്യൂ എന്ത് വരും? 1. x equal to 2 ആണെന്നുണ്ടെങ്കിൽ വൈൻ്റെ വാല്യൂ 4 അല്ലേ. അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് വരക്കുമ്പോൾ ജസ്റ്റ് ഞാനൊരു വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 1 പ്ലോട്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ വരച്ച് നോക്കുക. ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ച കാര്യങ്ങളാണല്ലോ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാനൊക്കെ. അപ്പോൾ ഇത് നമ്മളൊന്ന് വരച്ച് നോക്കുക എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ 0 0യിൽ വരുന്നുണ്ട് 1 1 2 4 അല്ലേ. 2 4 ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ്. അതായത് നമുക്ക് ഇങ്ങനെ ഈ ഒരു റീജിയന് ഇങ്ങനെയാണ് ഇത് പോവുക. ഇനി ഇതിൻ്റെ നെഗറ്റീവ് നോക്കുക. നമ്മൾ നെഗറ്റീവ് എടുക്കുമ്പോൾ എക്സിന് -1 കൊടുത്താൽ വൈൻ്റെ വാല്യൂ എന്താ വരിക? 1 തന്നെ വരും അല്ലേ, കാരണം ഇവിടെ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മളിവിടെ എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ വൈ വാല്യൂ എന്താ വരിക? 1 വരും അല്ലേ. എക്സിന് -1 കൊടുത്താൽ വൈ വാല്യൂ വരും. ഇപ്പോൾ -1 1, അതായത് എക്സിൻ്റെ വാല്യൂ -1 ആകുമ്പോൾ 1 അല്ലേ. ഇങ്ങനെയാണ്. പിന്നെ എക്സിൻ്റെ വാല്യൂ -2 ആകുമ്പോൾ 4 തന്നെയാണ് വരിക. അതായത് നമുക്ക് ഗ്രാഫ് വരിക ഇങ്ങനെയാണ് അല്ലേ. ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കുന്നേ ഉള്ളൂ.
നേരെ റീജിയൻ വരച്ച് നോക്കില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ y is equal to x സ്ക്വയർ എന്നുള്ള പരാബോള വരുന്നത്. അതുപോലെ തന്നെ y is equal to x. y is equal to x എന്ന് പറയുമ്പോൾ ആ ലൈൻ എങ്ങനെ വരിക? y is equal to x എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുത്താൽ y1, എക്സിന് 2 കൊടുത്താൽ y2 അല്ലേ? അപ്പം ഇങ്ങനെ വരും, സ്ട്രൈറ്റ് ലൈനാണ് വരിക അല്ലേ? x2 3 4 നെഗറ്റീവ് കൊടുത്താലും അങ്ങനെ തന്നെ അല്ലേ? ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളുടെ ലൈൻ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതെങ്ങനെ പോകും? ഇങ്ങനെ വരച്ചു കൊടുക്കും. ഓക്കെ, ഞാനിവിടെ വരക്കുന്നത് കറക്റ്റായിട്ട് വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കർവും കിട്ടി. ഇപ്പോൾ y is equal to x എന്നുള്ള കർവും ലൈനും കിട്ടി, അതുപോലെ തന്നെ പരാബോളയും കിട്ടി അല്ലേ? അപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബിറ്റ്വീൻ x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു 2 റീജിയന് തന്നിട്ടുണ്ടല്ലേ? അതായത് a to b എന്നുള്ളത് 0 to 2. ഈ റീജിയൻ്റെ ഇടയിലുള്ളതാണ് വേണ്ടത്. അതായത് 0 to 2 എന്ന് പറയുമ്പോൾ ഇത്രയും പോർഷൻസേ വരുന്നുള്ളൂ അല്ലേ? 0 to 2 ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇത്രയും റീജിയൻ്റെ ഇടയിൽ വരുന്ന ഏരിയയുടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി ഇൻ്റർവൈൻസ് കർവുകളുടെ ഏരിയ. അപ്പോൾ ഏതാണ് വരിക? ഇവിടെ ഒരു റീജിയനുണ്ട് S1, ഇവിടെ S2 അല്ലേ? രണ്ട് റീജിയൻ, S1 എന്നുള്ള റീജിയനുണ്ട്, S2 എന്നുള്ള റീജിയൻ. അപ്പോൾ ഈ ഒരു ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ഏരിയയും നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് രണ്ട്, ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ കൂട്ടിമുട്ടുന്നത് ഇവിടെ കറക്റ്റ് വരച്ചെടുത്താൽ കിട്ടി. ഇവിടെ 1 ആണിട്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ 1ലാണ് ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് അല്ലേ? 1 ആണ് എന്ത് വരുന്നത്? ഒരു ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? y is equal to x സ്ക്വയറും ആണ്, y is equal to x ആണ് അല്ലേ? അപ്പോൾ അത് തുടങ്ങുമ്പോൾ y is equal to x സ്ക്വയറും ഉണ്ട്, അതുപോലെ തന്നെ y is equal to x ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x സ്ക്വയർ ഈക്വൽ ടു x എന്ന് എഴുതാം അല്ലേ? ഇതിന് എന്ത് എഴുതാം? x സ്ക്വയർ ഈക്വൽ ടു x ആകുമ്പോൾ എന്ത് വരും? x ഈക്വൽ ടു 1 അല്ലേ? x ഈക്വൽ ടു 1 ഉള്ളത് ഇതൊരു x ക്യാൻസൽ ചെയ്ത് പോയാൽ x ഈക്വൽ ടു 1, x ഈക്വൽ ടു 1 ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അതിന് x സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0 അല്ലേ? അതായത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അതായത് എക്സ് ഈക്വൽ ടു 0ലും എക്സ് ഈക്വൽ ടു 1ലും എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ. അതായത് ഈ 0ലും ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ 1ലും ഇൻ്റർസെക്റ്റ് ചെയ്യും. നമുക്ക് ഈ ഗ്രാഫ് വരച്ചാൽ അവിടെ തന്നെ കിട്ടും. ഞാനിവിടെ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഗ്രാഫ് വരച്ചപ്പോൾ 1ലും അതുപോലെ തന്നെ 0ലുമാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളും നമുക്കിതൊന്ന് കിട്ടും അല്ലേ? ഇനി നമ്മൾ റീജിയൻ നോക്കുക. 0 to 1 നമുക്ക് ആദ്യം ഏരിയ എന്താണ്? 0 to 1 ആണ് അല്ലേ? 0 to 1ലുള്ള ഈ ഏരിയ ഇവിടെ നമ്മളുടെ ലൈനാണോ, അതുപോലെ ഏത് റീജിയനാണ് വലുത് വരുന്നത്? നമുക്ക് ഇവിടെ നിന്ന് നോക്കാം അല്ലേ? എക്സ് സ്ക്വയർ 0 to 1 ഉള്ള റീജിയനിൽ നമ്മളുടെ ലൈനും വരുന്നുണ്ട്, അതുപോലെ തന്നെ കർവും വരുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കർവ് എവിടെയാണ്? താഴെയാണ് അല്ലേ? അതായത് എക്സ് സ്ക്വയറിനുള്ള കർവ് എവിടെയാണ് വരുന്നത്? താഴെയാണ് അല്ലേ? അതായത് നമ്മളുടെ ഈ ഒരു കർവ് എക്സ് സ്ക്വയർ എന്നുള്ള കർവ് താഴെയാണ്, നമ്മളുടെ എക്സ് എന്നുള്ള കർവ് എന്താണ്? മുകളിലാണ്. അതായത് നമുക്ക് ഫസ്റ്റ് റീജിയനിൽ, ഞാനിവിടെ അടുത്ത പേജിൽ എഴുതാം. ഫസ്റ്റ് റീജിയനിൽ ഇതിന് ഞാൻ S1 കൊടുത്തു, ഇതിന് S2 കൊടുത്തു. ഓക്കെ, അപ്പോൾ S1ൽ S1 നമുക്ക് എങ്ങനെ എഴുതാം? S1ൽ 0 to 1 ആണ് അല്ലേ? ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 ആണ് അല്ലേ? 0 to 1. ഇവിടെ നോക്ക്, മുകൾ പോർഷനിൽ ഏതാണ് വരുന്നത്? അതായത് എക്സ് ആണ് അല്ലേ? ഏറ്റവും വലുത് വരുന്നത് എക്സ്, y is equal to x എന്നുള്ള ലൈനാണ്. താഴെ ഏതാണ്? y is equal to x സ്ക്വയർ. അതായത് എക്സ് സ്ക്വയർ ആണ് ഇവിടെ എന്ത് വരുന്നത്? താഴെ വരുന്നത്. എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് അല്ലേ? എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. താഴെ വരുന്നത് ഏതാണ്? എക്സ് സ്ക്വയർ, മുകളിൽ എക്സ്, അതായത് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് അല്ലേ? ഇത് ഈ റീജിയനിൽ പോസിബിൾ ആണല്ലോ. 0 to 1 ഉള്ളിൽ 0 to 1ൽ നോക്കി കൊടുത്താൽ അതെന്താണ്? ശരിയാണ് അല്ലേ? 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? 0 ഈക്വൽ ടു 0 എന്ന് എഴുതാം. 1 ആണെങ്കിലും അത് കറക്റ്റ് ആവും, പക്ഷേ 2 മുതൽ എന്തല്ല? കറക്റ്റ് അല്ല. അപ്പോൾ 0 to 1 ഉള്ള റീജിയനിൽ ഇതെന്താണ്? കറക്റ്റാണ്. നമുക്ക് ഇവിടുന്ന് ഗ്രാഫിൽ തന്നെ എഴുതാം. നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും പ്രോബ്ലമൊക്കെ ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. ഒന്നെങ്കിൽ നമ്മൾ ഗ്രാഫ് നോക്കി കണ്ടെത്തും, അല്ലെങ്കിൽ ആ റീജിയനിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കും. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം, ഇവിടെ താഴെയാണ് എക്സ് സ്ക്വയർ വരുന്നത്, മുകളിലാണ് എക്സ് അല്ലേ? അപ്പോൾ ഈ റീജിയനിൽ 0 to 1ൽ എക്സ് സ്ക്വയർ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. അതായത് ഇവിടെ എന്തെടുക്കാം? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്?
ഇവിടെ പറഞ്ഞു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്കത് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ് എക്സ് അല്ലേ, എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും അല്ലേ. ഇത്രയും പോർഷൻ. അതുപോലെ എസ് ടുവിൻ്റെ എങ്ങനെയാണ് വരിക, എസ് ടുവിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 1 to 2 അല്ലേ. 1 to 2 ഏതാണ് താഴെ വരുന്നത്, താഴെ വരുന്ന റീജിയൻ ഏതാണ്, ഇവിടെ മുകളിൽ വരുന്നത് പരാബോളയാണ് അല്ലേ, എക്സ് സ്ക്വയർ ആണ് മുകളിൽ വരുന്നത്, താഴെ വരുന്നത് ഏതാണ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, എസ് ടുവിൽ എന്താണ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ് അല്ലേ. അതായത് എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാഫ്, ഇത് ഇവിടെ താഴെയായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്തായി മുകളിലായി, ഈ ഒരു റീജിയനിൽ ഇത് മുകളിലാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എവിടെ നിന്ന് എങ്ങോട്ടാണ് 1 to 2 അല്ലേ, 1 to 2 എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്, അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ 1 to 2 എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലേ, സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ്. അപ്പോൾ ടോട്ടൽ ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻറ്റഗ്രൽ 1 to 2 അല്ല 0 to 2 സോറി, നമ്മൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണ് എഴുതിയത്, ടോട്ടൽ ഏരിയ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഏരിയ എങ്ങനെ എഴുതാം, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഗ്രാഫിൻ്റെ എന്താ പറയുക 0 to 2 അല്ലേ, 0 to 2 മോഡുലസ് ഓഫ് എങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ് അല്ലേ, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്, എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പോൾ നമ്മളെങ്ങനെ എഴുതിയത് 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇതിന് എങ്ങനെയപ്പോൾ എഴുതിയത് ഇതാ S1 പ്ലസ് S2 എന്നാണ് വരിക അല്ലേ. ടോട്ടൽ ഏരിയ എസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, S1 പ്ലസ് S2 അല്ലേ, S1 പ്ലസ് S2. S1 നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, S1ൻ്റെ ഏരിയ 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്, അതായത് 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് അടുത്തതിൻ്റെ എന്ത് എഴുതിയുള്ളത് S2ൻ്റെ 1 to 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ്, 1 to 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യുക, സാധാ ഇൻറ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സിൻ്റെത് എന്ത് വരും, എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് ബൈ 3 0 to 1 പ്ലസ് അടുത്ത എന്ത് വരും, എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 1 to 2 അല്ലേ. എന്ത് ചെയ്യുക, 1/2 മൈനസ് 1/3 മൈനസ് 0 വരും, 1/2 മൈനസ് 1/3 ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 0 എന്ന് വരും, അത് വേണ്ട. പ്ലസ് ഇതെന്ത് വരും, 2 ക്യൂബ് ബൈ 3 അല്ലേ, അപ്പോൾ 8/3 എന്ന് വരും, 8/3 മൈനസ് 2 സ്ക്വയർ ബൈ 2 വരുമ്പോൾ 4/2 മൈനസ് ഇവിടെ അടുത്ത പോർഷൻ ഉണ്ടാവും അല്ലേ, കാരണം ഇവിടെ 1 ആണ്. അപ്പോൾ എന്തൊരു മൈനസ് 1/3 മൈനസ് 1/2 അല്ലേ, ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് 1/3 ഉണ്ട് ഇവിടെ. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്തൊരു 1/2 മൈനസ് 1/3 പ്ലസ് ഒരേ റീജിയനിൽ വരുന്നത് ഒക്കെ എന്ത് ചെയ്യുക, ഒരുപോലെ ചെയ്യുക അല്ലേ. അപ്പോൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊരു 1/2 മൈനസ് എന്തൊരു 7/3 വരും അല്ലേ, മൈനസ് 4/2 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടോട്ടൽ ചെയ്തിട്ട് ആൻസർ വരുന്നത് 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് വരുന്നത്. അപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ 1/2 മൈനസ് 1/3 പ്ലസ് 8/3 മൈനസ് 4/2 മൈനസ് 1/3 ഇത് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും, പ്ലസ് 1/2 എന്നാവും അല്ലേ. 1/2 എന്ത് വരും, 2/2 മൈനസ് 4/2 എന്ന് പറയുമ്പോൾ മൈനസ് 2/2 വരും. പിന്നെ 8/3 മൈനസ് 1/3 മൈനസ് 1/3 ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് 1 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഏരിയ ഇൻ്റർവൈനിങ് കർവുകളുടെ ഏരിയ എന്താ കിട്ടുന്നത്, 1 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ഇതുപോലെ തന്നെ ചെയ്യാനുള്ളതാണ്. ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് y is equal to x ക്യൂബ്. അപ്പോൾ ഞാൻ കർവുകൾ പറയുകയാണ്, y is equal to x ക്യൂബും അതുപോലെ തന്നെ ആൻഡ് y is equal to 3x square minus 2x between x equal to 0 and x equal to 2. ഓക്കെ, അപ്പോൾ y is equal to x ക്യൂബും അതുപോലെ തന്നെ y is equal to 3x square minus 2x ഇത്രയും പോർഷനാണ്
നമ്മളുടെ രണ്ട് കർവുകളായിട്ട് വരുന്നത് അല്ലേ. പിന്നെ നമുക്ക് എവിടെ നിന്നാണ് 0 to 2 തന്നെയാണ് നമ്മളുടെ റീജിയൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഗ്രാഫ് വരച്ച് നോക്കുക. ഗ്രാഫ് വരക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ കണ്ടാൽ മതി. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ കണ്ടതിന് ശേഷം ഓരോ റീജിയനിലും ഏതാണോ വലുത് ഏതാണോ ചെറുത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എന്തെഴുതിയാൽ മതി, നമുക്ക് ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ y = x³ ആകുമ്പോൾ ഗ്രാഫ് വരക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ y = അല്ലേ, എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ x = 0 കൊടുക്കുമ്പോൾ ഇവിടെ y എന്താ വരിക, 0 ആണ് അല്ലേ. എക്സിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഗ്രാഫ് y = x³ അല്ലേ. y = x³ വരക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y 0 വരും, എക്സിന് 1 കൊടുക്കുമ്പോൾ y 1 വരും, എക്സിന് 2 കൊടുക്കുമ്പോൾ y 8 വരും അല്ലേ. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ വലുതാണ് വരിക, അതായത് 1 1 2 8 അല്ലേ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇങ്ങനെ പരാബോള തന്നെ ആയിരിക്കും അത് വരിക. പിന്നെ അടുത്ത ഗ്രാഫ്, അതായത് ഇതും y = 3x² - 2x, ഇത് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വരക്കുമ്പോൾ അറിയാം, എക്സിന് 0 കൊടുക്കുമ്പോൾ y വാല്യൂ 0 ആണ് വരിക, എക്സിന് 1 കൊടുക്കുമ്പോൾ y വാല്യൂ 1 തന്നെയാണ് ഇത് ചെയ്യുമ്പോൾ വരിക. 3 × 1 - 2 × 1 എന്ന് പറയുമ്പോൾ 3 - 2 1 ആണ് വരുന്നത്. അപ്പോൾ ഇതും നമ്മൾ വരച്ചു പോകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും 0-ലും 1-ലും 2-ലുമാണ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുള്ളത്. നമ്മൾ വരച്ചു പോകുമ്പോൾ അടുത്തത് നമുക്ക് എക്സിന് 2 കൊടുക്കുമ്പോൾ y വാല്യൂ 8 തന്നെയാണ് വരുന്നത്, ഇതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ നമ്മൾക്കിത് വരച്ചിട്ട് വലിയ ഗ്രാഫായിട്ട് വരക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഇതൊന്ന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. ഇതൊന്ന് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ. ഇത് രണ്ടിലും y = എന്നാണ്. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, x³ = 3x² - 2x എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് വരും, ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് x³ = 3x² - 2x എന്ന് എഴുതാം അല്ലേ. ഇതിന് എന്ത് എഴുതാം, x³ - 3x² - 2 + 2x = 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിന്നൊരു എക്സ് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് അപ്പോൾ എന്ത് വരും, x × x² - 3x + 2 = 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക അല്ലേ. ഇതിനെന്ത് എഴുതാം, x - 1 × x - 2 എന്ന് എഴുതിക്കൂടെ, x - 1 × x - 2 = 0 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ ഫാക്ടറൈസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ x = 0-ൽ x = 1 x = 2 ഇതിലൊക്കെ ഈ കർവുകൾ തമ്മിൽ എന്താണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് x³ എന്നുള്ള കർവും 3x² - 2x എന്നുള്ള ഈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന റീജിയൻസ് ഏതൊക്കെയാണ്, പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണ്, 0 to 1 1 to 2 അല്ലേ. അപ്പോൾ നമുക്ക് റീജിയൻ കിട്ടി 0 to 1 1 to 2. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരക്കണമെന്നൊന്നുമില്ല, പക്ഷേ ഗ്രാഫ് നമ്മൾ കറക്റ്റായിട്ട് വരക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രാഫിൽ തന്നെ കാണാൻ കഴിയും ഏതാണ് അപ്പർ റീജിയൻ ഏതാണ് ലോവർ റീജിയൻ എന്നുള്ളത്. ഇത് നമ്മൾ ഓരോ റീജിയനിലും കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് 0 to 1 അപ്പോൾ അത് S1 ആക്കി എടുക്കുക, 1 to 2 അത് S2 ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ S1 ഉള്ള റീജിയനിലെ ഏരിയ 0 to 1 അല്ലേ. 0 to 1-ൽ നമുക്കറിയില്ല f(x) ആണോ g(x) ആണോ വലുതെന്നുള്ളത്. പക്ഷെ നമുക്ക് ഇങ്ങനെ അറിയാം അല്ലേ, x³ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയത് അല്ലേ, x³ - 3x² + 2x = 0. ഇവിടുന്ന് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതിക്കൂടെ, x³ - 3x² - 2x ഇതല്ലേ ഇത് രണ്ട് കർവുകൾ. ഇതാണ് y = ഇതാണ് ഫസ്റ്റ് കർവ് അല്ലേ. ഇത് f(x) ആണോ g(x) ആണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഏതായാലും കുഴപ്പമില്ല, ഇത് f(x - g(x) ആ ഫോമിൽ നമ്മൾ എടുത്തു. g(x) ആയാലും കുഴപ്പമില്ല, f(x) ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഇത് f(x) നമുക്കറിയില്ല, അപ്പോൾ നമ്മൾ f(x - g(x) ഓർ g(x - f(x) ഏതോ ആയിക്കോട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇപ്പോൾ എന്തെഴുതിയത്, x × x - 1 × x - 2 അല്ലേ. ഇത് 0 to 1-ൽ എപ്പോഴും ഈ ഒരു ഇതെന്തായിരിക്കും, ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ. 0 to 1 ഉള്ള റീജിയൻ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 0 to 1 എന്ന് പറഞ്ഞാൽ 0 to 1-ൻ്റെ ഇടയിലുള്ള ഏത് പോയിൻറ്റ്സ് എടുത്താലും ഈ വാല്യൂ കറക്റ്റ് അല്ലേ. നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 -1 അപ്പോൾ ഇവിടെ -1 വരും അല്ലേ. -1 × -2 അല്ലേ. ഓൾവേസ് എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, 0 ആണ് അല്ലേ. 0-നേക്കാളും വലിയ -1 × -2 എന്നാണ് വരിക അല്ലേ. -1 × -∞ ഇവിടെ എന്താ വരിക,
ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇനി 0 വേണ്ട, അതിൻ്റെ ഇടയിലുള്ളൊരു പോയിന്റ് എടുക്കുക. 0 ൻ്റെയും 1ൻ്റെ ഇടയിലുള്ളൊരു പോയിന്റ് 0.5 അല്ലേ. നമ്മളിവിടെ 0.5 കൊടുത്താൽ 0.5 ഇൻറ്റു 0.5 മൈനസ് 1 ഇൻറ്റു 0.5 മൈനസ് 2 ഇതെന്താ വരിക? 0.5 ഇൻറ്റു 0.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? മൈനസ് 0.5 അല്ലേ, ഇൻറ്റു ഇതെന്ത് വരും? മൈനസ് 1.5 വരും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വരും, നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവായി മാറും അല്ലേ. ഇത് പോസിറ്റീവായിട്ടുണ്ടാവും, പിന്നെ ഇവിടെ എന്താണ് പോസിറ്റീവുള്ളത്, അപ്പോൾ ഈ പോസിറ്റീവും കൂടെ എന്തായി മാറും? പോസിറ്റീവായി മാറും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഈ ഒരു റീജിയനിൽ മാത്രമേ ഉള്ളത് കറക്റ്റ് ആവുക. 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഈ ഒരു കർവുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഇത് ഏതോ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ അറിയില്ല അത് f(x മൈനസ് g(x) ഓർ ഇതേതാണ് g(x മൈനസ് f(x), നമ്മളിതിനനുസരിച്ചിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അതേതോ ആയിക്കോട്ടെ, ഇങ്ങനെ നമ്മൾ രണ്ട് കർവുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടി? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് കിട്ടില്ലേ. ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നില്ല, അതായത് x³ മൈനസ് 3x² മൈനസ് 2x ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇത് നമുക്ക് എന്ത് എഴുതാം? വിച്ച് ഇംപ്ലൈസ് x³ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x² മൈനസ് 2x എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതിക്കൂടെ? x³ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3x² മൈനസ് 2x എന്ന് എഴുതാം. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് കിട്ടി? f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g(x) അല്ലേ. ഈ ഫോമിലാണ് ഇത് അല്ലേ, അതായത് ഇതാണ് നമ്മളുടെ f(x) എന്ന് വരുന്നത് അല്ലേ. f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g(x) എന്നുള്ള ഫോമിലാണെന്ന് കിട്ടിയില്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ 0 to 1 f(x), ഇൻറ്റഗ്രൽ 0 to 1 ഫസ്റ്റ് റീജിയൻ, ഈ റീജിയനിൽ എന്താണ് കിട്ടിയത്? ഇപ്പോൾ f(x) ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g(x) ആണ് അല്ലേ. അതായത് f(x) എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? x³ അല്ലേ. x³ മൈനസ് 3x² മൈനസ് 2x അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 x³ മൈനസ് 3x² മൈനസ് 2x dx ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായില്ലേ. ഇനി അടുത്തത് S2 അല്ലേ. S2 എന്നുള്ള റീജിയൻ എന്താ വരിക? 1 to 2 ആണ് വരിക അല്ലേ. അപ്പോൾ നമ്മളിത് എഴുതുക ഇൻ S2 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ. ഈ റീജിയനിലെ വരിക, അതായത് 1 to 2ലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ നമ്മൾ ഇതേപോലെ നോക്കുക. x³ മൈനസ് 3x² മൈനസ് 2x അല്ലേ. ഇവിടെ നോക്ക്, x³ മൈനസ് 3x² മൈനസ് 2x. ഓക്കെ, ഇനി നമുക്ക് എന്തെഴുതാം? x ഇൻറ്റു x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 അല്ലേ. ഇവിടെ നമ്മൾ 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള ഇത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം 1ൻ്റെയും 2ൻ്റെയും ഇടയിലുള്ള പോയിൻറ്റ്സാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. 1.5 കൊടുത്ത് നോക്കാം. 1.5 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 1.5 വരും അല്ലേ. ഇവിടെ എന്ത് വരും? 1.5 മൈനസ് 1. ഇവിടെ എന്ത് വരും? 1.5 മൈനസ് 2 അല്ലേ. 1.5 ഇൻറ്റു 1.5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0.5 എന്ന് വരും അല്ലേ. ഇതെന്ത് വരും? മൈനസ് 0.5 എന്ന് വരും അല്ലേ. ഇവിടെ എപ്പോഴും എന്തായിരിക്കും? മൈനസ് വരും, കാരണം ഇത് 2 ഇതിനേക്കാളും ചെറിയ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? പോസിറ്റീവ് വരും. ഇവിടെ ഒരു നെഗറ്റീവും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും വരിക അല്ലേ. നെഗറ്റീവ്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് വരിക. അപ്പോൾ നമ്മൾ 1 to 2 എന്നുള്ള റീജിയനിൽ ഈ രണ്ട് കർവുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x³ മൈനസ് 3x² മൈനസ് 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? x³ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x² മൈനസ് 2x അല്ലേ വരും. അതായത് എന്ത് വരും? f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു g(x) അല്ലേ. f(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു g(x) ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? ഇൻറ്റഗ്രൽ 1 to 2 g(x) മൈനസ് f(x) dx അല്ലേ. ഇൻറ്റഗ്രൽ 1 to 2 g(x) ഏതാണ്? 3x² മൈനസ് dx. അപ്പോൾ എന്ത് വരും? 3x² മൈനസ് 2x മൈനസ് x³ dx അല്ലേ. g(x) മൈനസ് f(x) dx ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ റീജിയനിന്ന് f(x)ഉം g(x)ഉം കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ. ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഏരിയ S is equal to നമുക്ക് എങ്ങനെ എഴുതാം? S1 പ്ലസ് S2 അല്ലേ. S1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 to 1. S1 നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. x³ മൈനസ് 3x² മൈനസ് 2x ആണ് അല്ലേ. അപ്പം എഴുതാം x³ മൈനസ് 3x² മൈനസ് 2x dx പ്ലസ് ഇൻറ്റഗ്രൽ 1 to 2 എന്തെഴുതാം? ഇത് അല്ലേ. 3x² മൈനസ് 2x മൈനസ് x³ dx വരും അല്ലേ. ഇത്രയാണ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. x³ എന്ത് വരും? x⁴/4 ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു x³
ഇതാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യും എക്സ് റേസ് ടു 4 അല്ലേ. എക്സ് റേസ് ടു 4/4 മൈനസ് 3x³ അല്ലേ. 3x³ പ്ലസ് 2x²/2 അല്ലേ. പ്ലസ് 2x²/2 ഇൻ്റഗ്രൽ 0 to 1 പ്ലസ് അടുത്തത് ഇതിന് അല്ലേ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും 3 × x³ മൈനസ് 2x²/2 മൈനസ് എക്സ് റേസ് ടു 4/4 അല്ലേ. 1 to 2 ഓക്കെ. ഇത്രയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 4/4 എന്ന് പറയുമ്പോൾ 1/4 മൈനസ് 1 പ്ലസ് 1 അല്ലേ മൈനസ് 0 എന്ന് വരും. ഓക്കെ. ഇത് 1 പ്ലസ് 0 എന്ന് വരും. അടുത്തത് വരും പ്ലസ് 2. ഇത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. 2³ എന്ന് പറയുമ്പോൾ 8 മൈനസ് 4 ഇതും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്ത് വരും 8 മൈനസ് 4 മൈനസ് 2^4 എന്ന് പറയുമ്പോൾ എന്ത് വരും 2^4 എന്ന് പറയുമ്പോൾ 16/4 എന്ന് പറയുമ്പോൾ 4 അല്ലേ. 4 മൈനസ് ഇവിടെ നെഗറ്റീവ് പോർഷൻ ഉണ്ടാവും അല്ലേ. താഴെ മൈനസ് എന്ത് വരും 1 മൈനസ് 1 മൈനസ് 1/4 എന്ന് വരും. 1 മൈനസ് 1 മൈനസ് 1/4 എന്ന് വരും. ഇതൊക്കെ സാധാ ഇൻറ്റഗ്രേഷനാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ആൻസർ 1/2 ആണ് വരുന്നത്. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1/2 ആണ്. ഓക്കെ. അപ്പോൾ ചെയ്യാനുള്ളത് ഇത്ര തന്നെയുള്ളൂ. നമുക്ക് ഇനി ഗ്രാഫ് വരയ്ക്കാൻ വലിയ പോർഷനൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഗ്രാഫ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രാഫ് വരച്ചിട്ട് അതിന് f(x)ഉം g(x)ഉം താഴെ ഏതാണോ വരുന്നത് മുകളിൽ ഏതാണോ വരുന്നത് എന്നുള്ള റീജിയൻ നോക്കുക. അപ്പോൾ 2 മെത്തേഡിലുള്ളതും വരണം. ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ ഗ്രാഫ് വരച്ചില്ലേ. ഗ്രാഫ് വരച്ചിട്ട് മുകളിൽ ഏതാണ് താഴെ ഏതാണുള്ള കറക്റ്റ് പോർഷൻ നമുക്ക് കിട്ടി. വരക്കുമ്പോൾ കറക്റ്റായിട്ട് വരക്കണം, എന്നാലേ റീജിയൻ കിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഗ്രാഫ് വരച്ചില്ല അല്ലേ. ഗ്രാഫ് വരക്കാതെയാണ് നമ്മൾ ചെയ്തത്. ഗ്രാഫ് വരക്കാതെ നമുക്ക് ചെയ്തപ്പോഴും കറക്റ്റായിട്ട് തന്നെ ആൻസർ കിട്ടില്ലേ. അപ്പോൾ ഗ്രാഫ് വരക്കാതെ നമ്മൾ ചെയ്തപ്പോൾ നമ്മളുടെ റീജിയൻ ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന x³ 3x² - 2x. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ കണ്ടെത്തി. ഇത് തമ്മിൽ ഈക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് x = 0, x = 1, x = 2 എന്നുള്ളതാണ് ഈ 3 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റുകൾ എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ 0 to 1 ഉള്ളത് S1 S2 1 to 2 അതായത് S2 ആക്കി എടുക്കുക. S1ൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു റീജിയൻ അതായത് x³ - 3x² - 2x ഇതാണ് f(x) - g(x) ആണ്. g(f) - f(x) ആണ് നമുക്കറിയില്ല. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു റീജിയനിൽ 0 to 1 അതായത് 1 ≤ x (0 ≤ x ≤ 1 ഇതിൻ്റെ ഇടയിലുള്ള ഏത് പോയിന്റിനും ഓൾവേസ് > 0 ആക്കാറ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് എഴുതി x³ - 3x² - 2x ഓൾവേസ് > 0 ആണ്. അതെങ്ങനെ എഴുതി f(x) > g(x) ആണ്. f(x) > g(x) ആണെങ്കിൽ x³ - 3x² - 2x ആണ്. അതിവിടെ കൊടുത്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് 1 to 2 റീജിയനും ഇതുപോലെ ഒരു ഉള്ളിലുള്ള വാല്യൂ ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക ടോട്ടൽ ഏരിയ കാണാൻ വേണ്ടി രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആൻസർ 1/2 എന്ന് കിട്ടി. ഓക്കെ. ഇപ്പോൾ ഈ പോർഷൻ ഇതോടെ കഴിഞ്ഞു. ഇതിൽ ഏരിയ കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്ന വോളിയാണ്. വോളിയം സെക്ഷനിൽ നമ്മൾ സോളിഡ്സിൻ്റെ വോളിയം കാണാനൊക്കെയാണ് ഇനി അടുത്തത് വരുന്നത്. അപ്പോൾ ഇനി അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.